ബൈക്ക് കയറുന്നവരുണ്ടല്ലോ മൈൻഡ് ഫക്ഡ് ഓരോ കാര്യങ്ങളായിട്ട്. ബൈക്ക് കയറി ഒന്ന് റൈഡ് ചെയ്ത് ഒരു വൈബ് പിടിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, ഓ ഐ മീൻ ലൈഫ് ഈസ് ഗുഡ്. എന്താല്ലേ മൂടങ്ങ് മാറും വണ്ടി കയറി. അപ്പോൾ ഗൈസ് ലെറ്റ്സ് ഗോ അലൈൻ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇൻട്രോ ഇങ്ങനെയാണ്. കാരണം ഇന്ന് നമ്മൾ ഓസ്മോ പോക്കറ്റ് 3 ഇൻട്രോ എടുക്കുന്നത്. താഴെ ചെന്ന് സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു ഇൻട്രോ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ അല്ലൈനിൽ പോകണം. ആദ്യം പോയിട്ട് നമ്മൾ ദീപുവിൻ്റെ അടുത്ത് ചോദിച്ചു, ദീപു ഞാനും കൂടെ നേരെ അല്ലൈനിൽ വിടും, എന്നിട്ട് തിരിച്ചു വീട്ടിലോട്ടും. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. പാർക്കിംഗ് എത്തി, ബാക്കി ബൈക്കേ കാണാം. ലേഡീസ് ആൻഡ് ജെന്റ്സ്, വെൽക്കം ടു ദ വ്ലോഗ്. നമ്മുടെ വണ്ടി തിരിച്ചെത്തിയിട്ടുണ്ട്. ആദ്യം ജസ്റ്റ് ദീപുവിനെ വിളിച്ച് പറയട്ടെ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഹലോ, ആ ബ്രോ, ഞാനിതിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. ഒരു 6:15 അവിടെ എത്തും. ആ ഓക്കെ, ശരി. ഓ, നമ്മൾ പേഴ്സ് എടുക്കാൻ പറഞ്ഞ വണ്ടിയിൽ നിന്ന്. ഓ മൈ ഗോഡ്, പണി കിട്ടിയാണ്. നമ്മൾ പേഴ്സ് എടുക്കുന്നു. ആദ്യം നമുക്ക് പെട്രോൾ അടിക്കണം. അത് കഴിഞ്ഞ് നേരെ ദീപിൻ്റെ അടുത്തോട്ട് പോകും. പെട്രോൾ നമ്മൾ ഫസ്റ്റ് പെട്രോൾ സ്റ്റേഷൻ എവിടെ കാണുന്ന അവിടെ നിന്ന് അടിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അതെ, ഒരൊറ്റ കട്ടേ ബാക്കിയുള്ളൂ. ജിപ്പറ്റ്. ഓക്കെ, ശരി. സെറ്റ്. അല്ലെങ്കിൽ തണുപ്പുണ്ടായാൽ മതിയായിരുന്നു ജബൽ ഹഫീത്തിൽ. എനിക്ക് അത്രേ ഉള്ളൂ. ഗ്ലൗസ്. ഓക്കെ, എല്ലാം സെറ്റ്. ഓക്കെ, another day, another ride. Let's go boys. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫോണുകളുണ്ട്, പവർ ബാങ്ക് ഉണ്ട്, പേഴ്സും ഉണ്ട്. മതി, ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തന്നെ എത്താം. വെയിൽ. ഓ, ഇന്നും ഞാനിത് കാണിച്ചു തരാൻ മറന്നുപോയില്ലേ, നമ്മുടെ ഹെൽമെറ്റിൻ്റെ 2 വൈസറുള്ള അസിസ്റ്റന്റ്. കുറേ പേര് കണ്ടിട്ടുണ്ട്, അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് കാണിച്ചു തരാം. ദേവ എൻ്റെ അമ്മ എന്തൊരു ചൂടോ. പട്ടാപ്പകലായതുകൊണ്ട് എങ്ങനെയുണ്ട് ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും. മാനുവൽ ഇതൊക്കെ ഇട്ടിട്ടുള്ളത്, മാനുവൽ വീഡിയോ സെറ്റിങ്സ് ഒക്കെയാണ്. എല്ലാം കൂടെ എറിച്ച് എക്സ്പോസ് ചെയ്ത് ബേൺ ചെയ്തിരിക്കുകയാണോ ലൈറ്റിംഗ്. ഒന്ന് നമുക്ക് നൈസായിട്ട് സൈഡിലോട്ട് പോയിട്ട് വലിപ്പിച്ചാണ്. ഫൈന് കിട്ടാൻ ഞാൻ മതി, എനിക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ്, റൈഡ് വ്ലോഗ്. അപ്പോൾ ഇന്ന് അവസാനം നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്ന് നമ്മളൊരു ലോങ് റൈഡ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്ന അല്ലൈനിലെ ജബൽ ഹഫീത്തിലോട്ടാണ്. പ്ലാൻ ഒന്നും ചേഞ്ച് ആവില്ല എന്ന് വിചാരിക്കാം. സോ ഫാർ പ്ലാൻ ജബൽ ഹഫീത്താണ്. നമ്മളിനി നേരെ 311 കയറുന്നു. 311 കയറി നേരെ അങ്ങ് വെച്ച് പിടിക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് എത്തും. ആദ്യത്തെ സ്റ്റോപ്പ് നമ്മൾ പെട്രോൾ സ്റ്റേഷനിൽ പോയി പെട്രോൾ അടിക്കുക. പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ദീപിൻ്റെ അടുത്ത് പോവാം. അവിടുന്ന് നമ്മൾ 2 വണ്ടി കൂടെ നേരെ അല്ലൈൻ. അതാണ് പ്ലാൻ. ബാക്കി നമുക്ക് പോകുന്ന വഴിയെ നോക്കാം. പെട്രോൾ നിർബന്ധമാണ്, കാരണം പെട്രോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ അടിച്ചിട്ടില്ല. അടിക്കാൻ വെച്ച് പിന്നെ നമ്മൾ അടിച്ചില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പെട്രോൾ അടിക്കുക, എന്നിട്ട് പോകും. അപ്പോൾ ജബൽ ഹഫീത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അത് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ആഷിഫ് ഒരു ഡയാബിലും പിന്നെ നമ്മുടെ ഈ ആഫ്രിക്ക 20 കൂടെ നമ്മൾ ജബൽ ഹഫീത്ത് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസമാണോ അല്ല, നാട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു ചെറിയ റൈഡ്. അന്ന് എന്താ സംഭവിച്ചാൽ ഞാൻ ഇവിടുന്ന് അബുദാബിയിലോട്ട് പോയി. അബുദാബിയിൽ നിന്ന് ജബൽ ഹഫീത്തിലോട്ട് പോയി. ജബൽ ഹഫീത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ദുബായിലോട്ട് വന്നു. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ട്രയാങ്കിൾ ട്രിപ്പായിരുന്നു, ഒരു ട്രയാങ്കിൾ റൈഡ്. പകലായതുകൊണ്ട് വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്ന് വീഡിയോ ഇരുട്ടത്താ. ഇന്ന് ഇതുപോലെ സൺഡേസിലെങ്കിലും ഒന്ന് പകലിറങ്ങണം, വെളിച്ചത്തിലിറങ്ങണം. അവിടെ ഒരു പമ്പ് നമ്മൾ മിസ്സായി. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഫേവറേറ്റ് പമ്പ് വരാനുണ്ടല്ലോ, ഗ്ലോബൽ വില്ലേജിൻ്റെ തൊട്ടടുത്തുള്ള. മിക്കവാറും നമുക്ക് അവിടെ കയറാം. അവിടെ കയറി എണ്ണ അടിച്ച് പോവാം. പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് എന്നാ നോക്കിയിട്ടില്ല കേട്ടോ. ഞാനാണെങ്കിൽ കിലോമീറ്ററിൻ്റെ ആ സാധനത്തിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കാനും മറന്നു എൻ്റെ ഓർമ്മയിൽ. പക്ഷേ ആകെ കച്ചറ നമ്മുടെ വിൻഷീൽഡ്. നമുക്ക് ഇന്ന് മുതലെങ്കിലും തംബ്നെയിലിന് വേണ്ടി സെപ്പറേറ്റ് ഫോട്ടോ എടുക്കണം. മറ്റേത് ഇതുവരെ എല്ലാം ഞാൻ ഈ വീഡിയോ ഒന്ന് ക്ലിപ്പ് ചെയ്യുന്നതാണ് തംബ്നെയിലിന് വേണ്ടിയിട്ട്. പക്ഷെ അതിനേക്കാൾ തംബ്നെയിലിന് പ്രോപ്പറായിട്ടൊരു ഫോട്ടോ എടുക്കണം. നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ജാക്കറ്റിൻ്റെ ഉള്ളിലൊരു വളരെ തിന്ന് ലെയർ, ഒരു ഇന്നർ വരുന്നുണ്ട്. എന്താ അതിന് പറയുക, എന്തായാലും ഒരു ടൈറ്റ്സ് പോലെ. അപ്പോൾ ഞാൻ ഫുൾ സ്ലീവ് സാധനം അത് ഇട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ റൈഡ് മുതൽ ഞാനിപ്പോൾ അതാ യൂസ് ചെയ്യുന്നത്. ടീഷർട്ട് ഇടുന്നില്ല. കാരണം നോർമലി അതിന് മുന്നേയൊക്കെ ഞാൻ ഉള്ളിലൊരു ടീഷർട്ട് ഇടാറ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ലൈനർ ഉള്ളതുകൊണ്ട് നല്ല കംഫർട്ടബിളാണ്. എനിക്ക് ഉള്ളിലൊരു സ്ട്രെസ് തോന്നുന്നില്ല. മറ്റേത് നമ്മൾ
നമ്മൾ ഈ ടീഷർട്ട് ഇട്ട് അതിൻ്റെ പുറത്ത് ജാക്കറ്റ് ഇടുമ്പോൾ അറിയാലോ, ടീഷർട്ടിൻ്റെ കയ്യിൻ്റെ അവിടെ ചിലപ്പോൾ മടങ്ങിയിരിക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് ജാക്കറ്റിൻ്റെ കയ്യിൻ്റെ ഉള്ളിലൂടെ എടുത്താൽ അത് നിവർത്താനൊന്നും പറ്റും. അപ്പോൾ അതങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ടീഷർട്ടിൻ്റെ ക്ലോത്ത് എവിടെയെങ്കിലും മടങ്ങിയിരിക്കുമ്പോൾ ആ ഒരു രീതിക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാവുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഇതങ്ങനെ ഒരു എന്താ പറയുക, നല്ല കംഫർട്ടബിളാണ്. ആരെങ്കിലും ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, റൈഡേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. ഇതാണ് നമ്മൾ എന്നും പറയാറുള്ള പമ്പ്. ഈ സൈഡിൽ കയറാം. ലെറ്റ്സ് ഗോ. How are you, bro? Good. Super full. Thank you. അങ്ങനെ പെട്രോൾ അടി കഴിഞ്ഞു. അടുത്ത സ്വീകരണസ്ഥലം ദീപു. ജമ്മു. അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു തണുത്ത കാറ്റ്. ഓഹോ, ഈ പുറത്തുനിന്ന് ഇതിന്നാണോ എന്താ, പുറത്ത് ഡെസേർട്ട് ആയതുകൊണ്ടാണെന്നോ? റോട്ടിൽ ചൂടാട്ടോ, കാരണം റോട്ടിൽ വണ്ടികളുടെ എഞ്ചിൻ്റെ ഇതെല്ലാം ഉണ്ടായതുകൊണ്ട്. വെൽക്കം ടു അനദർ റൈഡ്. ഇന്ന് കുറച്ച് ലോങ് റൈഡാണ്. അവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ റൈഡ് ഉണ്ടാവും. 1.5 to 2 മണിക്കൂർ റൈഡ് ഉണ്ടാവും ജബൽ ഹഫീദിക്ക്. ജബൽ ഹഫീദ് പോയി അവിടെ ഒന്ന് ചില്ല് ചെയ്ത് തിരിച്ച് വരുമ്പോൾ എല്ലാം കൂടി ഒരു 4-5 മണിക്കൂർ കൂടിക്കും. ഇപ്പോൾ സമയം 6:05, ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചെത്തും എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത്. ബൈക്ക് കയറുന്നത് വരെയുണ്ടല്ലോ മൈൻഡ് ഫക്ഡായിരുന്നു. മൈൻഡ് ഓരോ കാര്യങ്ങളായിട്ട് ബൈക്ക് കയറി ഒന്ന് റൈഡ് ചെയ്ത് ഒരു വൈബ് പിടിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, ഐ മീൻ ലൈഫ് ഈസ് ഗുഡ്. എന്താല്ലേ, മൂടങ്ങ് മാറും വണ്ടി കയറിയ. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കഴിഞ്ഞ ദിവസം കുതിരയുടെ റൈഡ് തിരിച്ചു പോരുന്ന വഴി ഞാൻ ഫോർ ദ മോസ്റ്റ് പാർട്ട് അധികം സംസാരമൊന്നും ഇല്ലായിരുന്നു. കാരണം മൈൻഡിൽ വേറൊരു സാധനം വെറുതെ കിടന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ മൈൻഡിൽ ഒരുമാതിരി എന്തോ കിടന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, കുറച്ചങ്ങ് റൈഡ് ചെയ്ത് കുറച്ച് സമയം എടുത്തു അതങ്ങ് സെറ്റാവാൻ. അതുവരേക്കും വെറുതെ മിണ്ടാണ്ടിരുന്ന് റൈഡ് ചെയ്യുന്നു. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് കയറുന്നത് വരെ ഒരുമാതിരി തല പ്രാന്തായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെയാണ് ഇറ്റ്സ് ഗുഡ്, ലൈഫ് ഈസ് ഗുഡ്. ഡന്യൂബിൻ്റെ കൺസ്ട്രക്ഷൻസ് എത്ര പോരെ അല്ലേ. ഈ പല ആളുകൾക്ക് വണ്ടി കസ്റ്റമൈസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതായത് ദീപിനൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം കുതിരയിൽ പോയപ്പോൾ നമ്മുടെ കൂടെ ബോബി ഉണ്ടായിരുന്നല്ലോ, ബോബിക്കും വണ്ടി, അതായത് ആക്സസറീസ് വെക്കുക, കുറേ ആക്സസറീസ് ഫിറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളും നല്ല ഇൻട്രസ്റ്റ്. എനിക്ക് മാത്രം അതിലോട്ട് വലിയൊരു എന്താ പറയുക, അതൊരു ഹരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കിത് ഓരോരുത്തരുടെ ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് വണ്ടി ഇങ്ങനെ ഓടിക്കണം, കംഫർട്ടബിളായിട്ട് ഓടാനുള്ള ഒരു സെറ്റപ്പ് വണ്ടി ഉണ്ടെങ്കിൽ ഐ എം ഹാപ്പി. എനിക്കിതിൽ ക്രാഷ് കാർഡ് സേഫ്റ്റി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ പുറമെ എനിക്ക് ലൈറ്റ് ഓക്കെ, എനിക്ക് കാണാനുള്ള വെളിച്ചമുണ്ടോ, ഐ എം ഹാപ്പി. ആ ഒരു മൂഡാണ് എൻ്റെ. പക്ഷെ അതേസമയം ഗിറ്റാറുകളുടെ കേസിലാണെങ്കിൽ നേരെ തിരിച്ചാ. എനിക്കൊരാവശ്യത്തിന് ഒരു ഗിറ്റാർ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നാലും വേണം ഒരു ഗിറ്റാറും കൂടെ, ഒരു ഇലക്ട്രിക്കും കൂടെ ആവാം, അല്ലെങ്കിൽ ഒരു മറ്റേ ലെസ് പോളും കൂടെ ആവാം, ഒരു സ്ട്രാറ്റും കൂടെ ആവാം. ആ ഒരു വൈബാണ്. ബിങ്കാട്ടി ഗേറ്റ്. ഈ ബിങ്കാട്ടിയുടെ എല്ലാ ബിൽഡിങ്ങുകളും തന്നെ വെള്ള ഓറഞ്ച്. താങ്ക് യു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ താങ്ക് യു, കാരണം അങ്ങേര് നിർത്തി തന്നില്ല, ഞാൻ അങ്ങേർക്ക് നിർത്തി കൊടുത്തു. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ താങ്ക് യു പറഞ്ഞു. ഇതേ പോൾസ്റ്റാർ. ഈയിടെ ആരോ എൻ്റെ അറിയുന്ന സർക്കിളിൽ ആരോ ഒരു പോൾസ്റ്റാർ എടുത്തിട്ടുണ്ട്, സ്റ്റോർ ഇട്ടുണ്ടായിരുന്നു. ഗുഡ് ജോബ് ബേബി. ഓക്കെ, സ്ലോ. അവിടെ വരില്ല, ഇവിടെ വരില്ല. ലെറ്റ്സ് ഗോ. അതാരടാ വണ്ടി? യമഹ. ഓക്കെ, നമ്മളിവിടെ എത്തി. ദീപിൻ്റെ ട്രക്കായി കിടക്കുന്നത്. നമുക്ക് ആ ട്രക്ക് വാങ്ങാനുള്ളൊരു ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. മൾട്ടിയും കിടപ്പുണ്ട്, പാനഗാലെ, ഡിഫൻഡർ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ നേരെ ദീപിനെയും കൂടെ പിടിച്ചിട്ട് ലെറ്റ്സ് കണ്ടിന്യൂ ബ്ലോക്ക്. പെട്രോൾ അടിക്കാൻ കയറുന്നുണ്ടോ? ഇല്ല, ഞാൻ വരുന്ന വഴിക്ക് അടിച്ച്. ഞാൻ വെള്ളം വാങ്ങാൻ മറന്നു. കയറുന്നുണ്ടെങ്കിൽ ഒരു വെള്ളം വാങ്ങാം അത്ര. ഇവിടുന്ന് നോക്കുമ്പോൾ അതിൻ്റെ സൈസ് മനസ്സിലാവുന്നു അല്ലേ, ടാങ്കിൻ്റെ. മാരകം. ഓടിച്ചിട്ടില്ല ഇതുവരെ, ഓടിക്കണവർ. പക്ഷേ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ പാട്ടൊക്കെ കേട്ട് അറമാദിച്ച് പോവാം. ചിൽ റൈഡ്. സ്റ്റാൻഡ് ടു. ലെറ്റ്സ് ഗോ.
അങ്ങനെ നമ്മൾ അല്ലൈനിലോട്ട് ഇറങ്ങുകയാണ് മക്കളെ. അപ്പോൾ ഗൈസ് ലെറ്റ്സ് ഗോ അലൈൻ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചില്ലായിട്ട് അറിയാൻ വരുന്നത്. പക്ഷേ ലോങ് റൈഡാണ്, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. എപ്പോഴും സേഫായിട്ട് പോകുന്നതന്നെ നല്ലത്. കുഞ്ഞു റൈഡൊക്കെ ആണെങ്കിൽ അടുത്ത പ്രാവശ്യം കുതിരയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ വളരെ ചില്ലായിട്ട് ഇറങ്ങും. രാത്രിയൊക്കെ ആകുമ്പോൾ പിന്നെ രസമാണ്, വെയിലൊന്നും കൊള്ളണ്ടല്ലോ. എനിക്കൊന്ന് അതിൻ്റെ ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ മുകളിലോട്ടാണ് തോന്നുന്നല്ലേ മൾട്ടിസ്ട്രാഡ്. നമ്മുടെ കുറച്ചുകൂടെ താഴെയെന്ന് തോന്നുന്നു. Anyways, let's go. ആ ചാട്ടത്തിനെങ്ങാനും സ്കിഡായാൽ പറക്കും, നമ്മൾ പറക്കും. സോ ഗൈസ് ലെറ്റ്സ് ഗോ അലൈൻ. അല്ലൈനിൽ ജബൽ ഹഫീത്ത് എത്ര പേർക്ക് അറിയുന്നറിയില്ല, അറിയണ്ടാവും. അല്ലെങ്കിൽ അല്ലെങ്കിൽ UAE ഉള്ളവർക്ക് എന്തായിരിക്കും പരിചയം ഉണ്ടാവും. ജബൽ ഹഫീത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചിൽ റൈഡാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അഡ്രിനാലിൻ റഷ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നേരെ കത്തിച്ചു വിടും. അല്ലെങ്കിൽ നല്ല സമാധാനമായിട്ട് റിലാക്സ് ചെയ്ത് ചോദിച്ചു പോവാം. മൾട്ടിസ്ട്രാഡ് കാണാൻ ലുക്കല്ലേ, ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ മാസീവ്. അത് ക്യാമറ. ഹലോ, ഇത് അടുത്ത ക്യാമറ. ഹലോ 1 2 3 ക്യാമറയോ? ദേ നിൽക്കുന്ന അവസാനം പകൽ വെളിച്ചത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം, ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കാണുന്നുണ്ട്. എൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തിന്? ആരും എന്നെ ഇപ്പോൾ വിളിക്കണ്ട പ്ലീസ്. നമ്മളിന്ന് മൗണ്ടൊന്നും വെക്കാതെ യാത്ര ചെയ്യാം. വേണ്ട, മൗണ്ട് വേണ്ട. നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഗിയറൊന്നും ചേഞ്ച് ചെയ്യണ്ടല്ലോ. വൈസർ ഡൗൺ. ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തെല്ലാം കളികളാണ് കളിക്കുന്നത് ആളുകൾ ഈ ആഫ്രിക്ക ടീനുകൊണ്ട്. അതായത് ഒരു കളിപ്പാട്ടം പോലെ കൊണ്ടു നടക്കുക. ഇടുന്ന് മറിയിക്കുന്നു, ചാടിക്കുന്നു. ഇതൊന്ന് എന്താ പറയുക, നമ്മുടെ മലയാളത്തിൽ പറയുക ഒരു പദം വരാനുണ്ട്, പദം വരാൻ. അതായത് ഇതിനോടൊന്ന് ഇഴുകിച്ചേർന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഈ സാധനം കൊണ്ടു നടക്കാൻ പറ്റുന്ന പരുവത്തിലൊരു സെറ്റായി വരാനുണ്ട്. അതായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി എന്ത് ചെയ്തിട്ടും. മറ്റേ ഷാറൂഖ് ഖാൻ്റെ മോളല്ലേ അവള്, മെബലിൻ്റെ ഇതൊക്കെ ആയില്ലേ അവൾ. അതിന് മാത്രം നല്ല വലിയ കിണ്ണൻ മൂവീസ് ചെയ്യാൻ മാത്രമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്താ അവളുടെ പേര് ഞാൻ മറന്നു. സുഹാന ഖാൻ. പണ്ടാരോ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റാർ കിഡ്സ് ആയാൽ ഇറ്റ്സ് ഈസി എൻട്രി. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞത് കഴിവ് തന്നെ വേണം. എൻട്രി മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതിനൊക്കെ നമ്മുടെ ബാലയ്യ. ഓ മൈ ഗോഡ്, ബാലയ്യ എന്ന് പറയുന്ന ഒരു വികാരമാണ്. ഞാൻ ബാലയ്യയുടെ ഒരുവിധ പടങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അത് വേറൊരു രസം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റാണ്. ലോജിക്കൊന്നും ഇല്ലാത്ത ടൈപ്പ് എൻ്റർടൈൻമെൻറ്റ്. പക്ഷെ അതൊരു രസമാണ്. അതായത് എന്താ പറയുക, ഒരു ലോജിക്കും ഇല്ലാത്ത പടങ്ങൾ ലോജിക്കില്ല എന്ന് മനസ്സിലാക്കി കാണുന്ന ഒരു രസമുണ്ടല്ലോ, ആ രസം. ഇതിൽ എത്ര ഇല്ലോജിക്കലായിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ ഉള്ള ആകാംക്ഷ കാരണം എൻജോയ് ചെയ്യുന്ന പടം ഉണ്ടല്ലോ, അത് ആ ഒരു വൈബാണ്. നമുക്ക് റുറോക്കിൻ്റെ ഹെൽമെറ്റ് വാങ്ങേണ്ടി വരും. നമുക്ക് ആദ്യം വണ്ടിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മ്യൂസിക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി വണ്ടിയിലോട്ട് കാശ് ഇറക്കുന്നത്. കാരണം എൻ്റെ ലൂപ്പ് സ്റ്റേഷനെല്ലാം അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. പിന്നെ ഇന്നിയർ മോണിറ്റേഴ്സ് കസ്റ്റം ചെയ്യിക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അടുത്ത ചിലവുകൾ. ക്യാമറ അല്ലേ കാണുന്നത് ദൂരെ അതേലോ. ഇവിടെ എത്ര സ്പീഡ് ലിമിറ്റ് എത്രയെന്ന് അറിയില്ലല്ലോ. അതെ ഇരിക്കുന്നു ക്യാമറ. ഹലോ, അത് അപ്പുറത്തോട്ടാ. നമ്മുടെ ക്യാമറ ഇതാണ്. ഹലോ, ചൂടുകാറ്റാണ് കേട്ടോ, നല്ല ചൂടുകാറ്റാണ്. നമ്മുടെ വലതുവശത്ത് കാണുന്നതാണ് ഡമാക് ഹിൽസ്. നല്ല കിടിലൻ വില്ലകളല്ലേ. ഡമാക്കിൻ്റെ അല്ലേ, മോശമില്ല. സത്യം പറഞ്ഞാൽ റേഞ്ച് റോഡിൻ്റെ മുന്നിലോട്ടും എല്ലാം കയറ്റിയിട്ടാൽ മതിയായിരുന്നു കേട്ടോ. സൈഡിൽ കൂടെ ഒരു പിടി പിടിക്കാൻ പറ്റില്ല അവിടെ. GT ഇവിടെ ഒന്നും ക്യാമറ ഉണ്ടായിരിക്കും. ഈ
ഓസ്മോ പോക്കറ്റ് 5-ന് ഓസ്മോ പോക്കറ്റ് അല്ലല്ലോ, ഓസ്മോ ആക്ഷൻ 5 പ്രോയ്ക്ക് വോയിസ് കൺട്രോൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതായത് റെക്കോർഡിങ് തുടങ്ങാനും നിർത്താനും നമ്മൾ വോയിസ് വെച്ചിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഞാൻ വീഡിയോയിൽ കണ്ടും ചെയ്തു. അതൊന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ കൈ എടുക്കാതെ തന്നെ എപ്പോഴും പോകുന്ന വഴിക്കൊക്കെ ഇത് നിർത്തണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡിങ് നിന്നോളൂ. ഇനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി. ചെറിയ ബുട്സ്, എടാ നമ്മൾ കുദ്ര റോട്ടിനെ പിടിക്കുന്നില്ലേ? പ്ലാൻ ബി ആക്കിയോ? അല്ലൈന് പകരം കുദ്ര പിടിച്ചോ? ഇല്ല, എനിക്ക് തോന്നുന്നു അല്ലൈൻ നമ്മുടെ എമിറേറ്റ്സ് റോഡ് കയറിയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് പിടിച്ച് അല്ലൈൻ റോഡ് കയറും. അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയായിരിക്കും, അതാണ് പ്ലാൻ. ഇതാണ് ജെറ്റൂർ T2. എനിക്ക് എടുക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളൊരു വണ്ടിയത്. പുതിയ വണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു 1-2 വർഷം ഇങ്ങനെ ആയുള്ളൂ ഈ മോഡൽ ഇറങ്ങിയിട്ട്. അതുകൊണ്ട് കാലപ്പഴക്കം ചെല്ലുമ്പോൾ വണ്ടിയുടെ എങ്ങനെയുണ്ട് അവസ്ഥ എന്നുള്ളത് പറയാറായിട്ടില്ല. പക്ഷെ അറിഞ്ഞിടത്തോളം ഇറ്റ്സ് ഗുഡ്. പിന്നെ അവർക്ക് 10 വർഷത്തെ സർവീസ് വാറൻറ്റി ഉണ്ട്. 10 വർഷം അല്ലെങ്കിൽ 1 മില്യൺ കിലോമീറ്റർ എന്നാണ് പറയുന്നത്. 1 മില്യൺ കിലോമീറ്ററൊക്കെ ആ വണ്ടി ഓടുമോ എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷെ അത് ലാസ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ മിക്കവാറും അവരത് ആ 1 മില്യൺ ഒക്കെ ഒന്ന് എടുത്ത് കളയും. കാരണം അവർക്ക് മുതലാവണ്ടേ, അവർക്ക് സർവീസ്. ഇപ്പോൾ എസ്പെഷ്യലി ഈ വണ്ടി കമ്പനികൾക്ക് സർവീസ് എന്നാണല്ലോ കണ്ടിന്യൂസ് ഇൻകം വരുന്നത്. ഒരു വണ്ടി വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ആ വണ്ടി വെച്ചിട്ട് കാശ് ഉണ്ടാക്കണമെങ്കിൽ സർവീസ് വരണമല്ലോ. അല്ലെങ്കിൽ ഇനീഷ്യലി ഒരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലെ കൊടുത്തായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവരെന്നെ പഠിച്ചു വരുമോ ഈ വണ്ടി ഇത്ര ലാസ്റ്റ് ചെയ്യും. സൈക്ലിങ്ങിന് പോകുന്നവരാണെന്ന് നോക്കുക, കുദ്ര സൈക്ലിംഗ് റൂട്ട്. പണ്ട് ഞാൻ ഇതുപോലെ സൈക്ലിങ്ങിന് പോയിക്കൊണ്ടിരുന്ന, പിന്നെ അതിൻ്റെ ഹരം കഴിഞ്ഞപ്പോൾ നിർത്തി. ഇവിടെ ഒരു 50 കിലോമീറ്റർ സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്, 50 കിലോമീറ്റേഴ്സ്. എന്താ പാർക്ക് സൈഡാക്കുവാണോ? അപ്പോൾ നമുക്ക് ക്ലച്ചില്ലല്ലോ അല്ലേ? കാരണം അവർ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാവും. ഇങ്ങനെ ഒരു ഓഫ് റോഡ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുക്കാൻ നോക്കി. കഴിഞ്ഞ ദിവസമല്ല, നമ്മൾ എവിടെ പോയപ്പോൾ ഫുജൈറ പോയ ഒരു ദിവസം. പക്ഷെ അന്ന് ഗോപ്രോ ഈ ക്യാമറയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഓഫ് റോഡ് എടുക്കാൻ നോക്കി. കുറച്ച് പോയപ്പോഴേക്കും എനിക്ക് എൻ്റെ കോൺഫിഡൻസ് പോയി. വണ്ടി താഴെ കിടക്കുമെന്നുള്ളൊരു പേടി. അപ്പം എല്ലാം തിരിച്ച് ഇങ്ങോട്ട് കയറ്റാൻ നോക്കിയപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ പൊക്കമുള്ള റോഡായിരുന്നു. ഇനി കയറ്റുമ്പോഴെങ്ങാനും വണ്ടി കൺട്രോൾ പോയി വീഴുമെന്നൊക്കെ പേടിച്ച് ഒരുവിധം അങ്ങ് കയറ്റി. കാരണം ഒന്ന് എന്താ വെച്ചാൽ ഇത് 1000cc വണ്ടി ആയതുകൊണ്ട് ത്രോട്ടിൽ കൊടുത്താൽ ഈ വണ്ടി, എസ്പെഷ്യലി ഈ വണ്ടിക്ക് നല്ല ടോർക്ക്. ഇതൊന്നും എനിക്കറിയാം, മെട്രിക്സ് ഒന്നും അറിയില്ല. പക്ഷേ നല്ല ഫീലാണ് ടോർക്കിൻ്റെ. വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല. അപ്പോൾ ചരലിട്ടെങ്ങാനും അതുപോലെ ഒരു ത്രോട്ടിൽ ജസ്റ്റ് അങ്ങ് കൊടുത്താൽ ചിലപ്പോൾ സ്കിഡായി പോകും. ഇതേ പോകുന്നു നമ്മുടെ സൈക്കിള്. ഓക്കെ, അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഇത് ശരി ബ്ലൂടൂത്തിൻ്റെ ഇത് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ കുഴപ്പമില്ല. Here we go. Let's go boys. കയ്യിലെല്ലാം ഉണ്ടല്ലോ, പോക്കറ്റിലുണ്ട്, പേഴ്സുണ്ടാ, എല്ലാം ഉണ്ടാ. ഫോണ് ഇങ്ങോട്ട് എടുത്തു വെച്ചു. പറയാൻ പറ്റില്ല, എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാലോ. പക്ഷെ മിക്കവാറും മറ്റേ ഫോണോ ചാവാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട്. കാരണം അതേ ഒരു പമ്പ് കാണുന്നുണ്ടല്ലോ. മറ്റേതൊന്ന് ഹോട്ട്സ്പോട്ട് എടുത്തിട്ടാണ് ഇതിൽ ഡാറ്റ എടുക്കുന്നത്. അപ്പോൾ അതിലും ചാർജ് 30% എങ്ങനെ ഉള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ട്. സോ നോ ഇഷ്യൂസ്. പിന്നെ റൈഡ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ. ഇന്ന് സൺഡേ അല്ലേ, വലിയ പ്രശ്നമില്ല. ക്യാമറ കണ്ടാൽ നമ്മൾ വളരെ മാന്യനാണ്. ഹലോ, ഹായ്. അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടോ കൈയൊക്കെ വിട്ട്? ക്രൂസ് കൺട്രോളുള്ള എൻ്റെ അഹങ്കാരമാണ് കാണുന്നത്. എന്തൊരു വൈബാലെ, ഇങ്ങനെ ജസ്റ്റ് വണ്ടി ഓടിച്ച് അങ്ങനെ പോവാം. ഇങ്ങനെ വേണം ഓഫ് റോഡ് ഓടിക്കാൻ. എണീറ്റ് നിന്ന് ഓടിക്കുന്നൊരു വൈബാണ് കേട്ടോ. ഇവിടെ ഏത് സമയത്തും ബൈക്കേഴ്സ് ഉണ്ടോ? അപ്പോൾ നമുക്ക് അവിടുന്ന് വെള്ളം വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് വാങ്ങാം. അതെ ബൈക്കേഴ്സ് ബൂട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ബൈക്കേഴ്സ് ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ നിർത്തിയാലോ? അതല്ലേ അതിൻ്റെ ഒരു ഇത്. അത് ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ആയത് അതിൻ്റെ ഇടയിൽ കൂടെ. ഓ, അപ്പോൾ ഗൈസ്, അടുത്ത സ്വീകരണ സ്ഥലം അൽ ഐൻ. ദീപ് ബാക്കിൽ വണ്ടി ടേൺ ചെയ്യാൻ പോയത് ബാക്കിൽ. അപ്പോൾ നമ്മൾ കുതിര വിടുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 2 മണിക്കൂർ റൈഡാണ് അലൈനിലോട്ട്. സോ ലെറ്റ്സ് സിറ്റ് അലൈൻ. പോകുന്ന വഴിക്ക് എന്തായാലും എവിടെയെങ്കിലുമൊക്കെ നിർത്തുന്നുണ്ടാവും. വെള്ളം നമ്മൾ ഇവിടുന്ന് വാങ്ങി. വെള്ളം ആവശ്യം വരും. വെള്ളം എന്തായാലും ആവശ്യമാണ്. കാരണം വെള്ളമില്ലാതെ പറ്റത്തില്ല.
ഇനി ഉള്ളിൽ ഹെൽമെറ്റിൻ്റെ ഉള്ളിലൊന്ന് ഫോഗ് കയറും അങ്ങനത്തെ ഇതൊന്നും ഇല്ലാതെ മതി. എണീറ്റ് നിന്ന് എക്സ്പോ ലേക്ക്, ഫ്ലമിംഗോ ലേക്ക്, ലവ് ലേക്ക്. ഇവിടെ ലേക്കുകളുടെ ബഹളമാണ്. നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം. എക്സ്പോ ലേക്ക് എനിക്കറിയില്ല. ലവ് ലേക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ലവിൻ്റെ ഇതുപോലെ ഷേപ്പിലുള്ള ഒരു ലേക്ക്. അപ്പോൾ സമയം 7:45. ഇവിടുന്ന് നമ്മളൊരു 9:45 ആകുമ്പോഴായിരിക്കും മിക്കവാറും ജബൽ ഹഫീദ് എത്തുക. 9:45 കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് ചിലവാക്കിയാലും ഒരു 10:30 അവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ ഒരു 12:30 ഒക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. അതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ മുന്നിൽ കാണുന്ന സമയം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ വെച്ച് പിടിക്കാം ടു അൽ ഐൻ ജബൽ ഹഫീദ്. അല്ലൈനിൻ്റെ ഒരു പ്രത്യേകത അല്ല, അല്ലൈൻ്റെ റൂൾ അബുദാബി പോലെ തന്നെ. അതായത് സ്പീഡിൻ്റെ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ആ സ്പീഡിൽ എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് ബോർഡിൽ, ആ സ്പീഡിലേ വണ്ടി പോകാൻ പറ്റുള്ളൂ. ദുബായിലൊക്കെ ആണെങ്കിൽ ഒരു 20 കിലോമീറ്റർ നമുക്ക് എക്സ്ട്രാ ഓടിക്കാം. അതായത് 80 ആണെങ്കിൽ നമുക്കൊരു 100 വരെ ഓടിക്കാം. പക്ഷേ അല്ലൈനിലും അബുദാബിയിലൊക്കെ 80 ആണെങ്കിൽ 80 പറഞ്ഞതാന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് എന്തായാലും ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. ആദ്യമായിട്ടാണ് നമ്മൾ ഒരു വ്ളോഗിന് ഇറങ്ങിയിട്ട് ബാറ്ററി മാറ്റുന്നത് ഈ ഒരു ക്യാമറയിൽ. നല്ല കിണ്ണം ബാറ്ററി ബാക്കപ്പ്. വാ ആരേ വാ. ഓ അതിൻ്റെ വേണ്ടി മറ്റേ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടല്ലേ, ക്ലച്ച് പിടിക്കാതെ ഒറ്റയടിക്ക് ഗിയർ മാറ്റാൻ കൊള്ളാലോ. അതേ ഉണ്ടോ, ദുബായ് അല്ലൈൻ റോഡ് ടു ദുബായ് അല്ലൈൻ റോഡ് കണ്ടില്ലേ ബോർഡ്. ഈ റോഡിലോട്ട് E66 അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അല്ലൈൻ റോഡൊക്കെ നമ്മൾ പോകണ്ടേ. ലെറ്റ്സ് ഗോ. ഓ എന്താ രസം വണ്ടി ഇങ്ങനെ വളച്ചെടുക്കാം. ടു ദുബായ് അലൈൻ റോഡ് ടു ദ റൈറ്റ്. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഈ റോഡിലോട്ട് എത്തില്ലേ. D42. ആരാടാ അവിടെ ഇരുട്ടത്ത് വണ്ടി നിർത്തിയിട്ട് പരിപാടി എന്താടാ? ഈ ടൈപ്പ് ബിൽഡിങ്ങുകൾ, ഈ ടൈപ്പ് കടകളുടെ സെറ്റപ്പൊക്കെ അലൈനിൽ കുറേ ഉള്ളത്. നല്ല രസമുള്ള ഏരിയയിലെ ഒരു പ്രത്യേക വൈബ്. ഇത് തണുപ്പത്ത് നല്ല രസമായിരിക്കും. അതായത് വിൻ്ററിലൊക്കെ നല്ല മൂഡ്, അതായത് ഒരു വൈബുള്ള ഏരിയ കണ്ടാൽ തന്നെ. ചൂടിൽ പറ്റില്ല. ചൂടില്ലാത്ത സമയത്ത് നല്ല താമസിക്കാനോ നല്ലൊരു പീസ്ഫുൾ ഏരിയ കണ്ടാൽ തന്നെ നല്ലൊരു സമാധാനമുള്ളൊരു ഏരിയ. അധികം ബഹളങ്ങളും ആർഭാടങ്ങളൊന്നുമില്ല. ഓക്കെ, ലെഫ്റ്റിക്ക് ദുബായ് ജബൽ അലി. നേരെ ആയിരിക്കും ദുബായ് അലൈൻ റോഡ്. ഇപ്പോഴാണ് നമ്മുടെ മെയിൻ ദുബായ് അലൈൻ റോഡിലേക്ക് ഇറങ്ങിയത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നേരെ നിൽക്കാത്ത ഹൈവേ, സ്ട്രെയിറ്റ് ഹൈവേ.